അതൊക്കെ സമ്മതിപ്പിക്കാം. എനിക്ക് ഉറപ്പിച്ച് പറയാലോ. പറഞ്ഞൊക്കെ സമ്മതിക്കണം. സമ്മതിക്കാം. സമ്മതിച്ചു എന്ന് പറഞ്ഞോളൂ. ഞാൻ തിരിച്ചു തന്നോളാം. ഒരല്പം സാവകാശം വേണമെന്ന് മാത്രം. ഇത് വളരെ മോശമായി പോയി. ഏട്ടൻ ഇങ്ങനെ ഒളിച്ചു നിൽക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ശോഭ സമ്മതിച്ചില്ലെങ്കിലും ഒന്ന് ഓർത്തപ്പോ അടങ്ങിയിരിക്കാൻ തോന്നിയില്ല. സത്യത്തിൽ ഞാൻ മുറിയിലേക്ക് കടന്നു വരികയായിരുന്നു. പക്ഷേ ഈ കാര്യങ്ങൾ സംസാരിക്കണം പറഞ്ഞപ്പോ കടന്നു വരാൻ തോന്നിയില്ല. കേൾക്കാതിരിക്കാനും തോന്നിയില്ല. ക്ഷമിക്കണം. എന്തായാലും ഇത് വളരെ ചീപ്പായി പോയി. എനിക്ക് നേരത്തെ സംശയമുണ്ട്. ഒളിഞ്ഞു നോട്ടം എല്ലാവർക്കും ഇത്തിരിയുണ്ട്. ആ കുട്ടികൾക്ക് വരെ. എന്താടി പറഞ്ഞേ? ഒളിഞ്ഞു നോക്കിയെന്നോ? ആരാടി ഒളിഞ്ഞു നോക്കിയേ? എന്നെ എടീന്ന് വിളിച്ചോണ്ടല്ലോ. മിണ്ടരുത്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ട് പറഞ്ഞ സംഖ്യ തരാതിരിക്കരുത്. ഞാൻ തിരിച്ചു തന്നോളാം. അത് തരാം. പക്ഷെ ഇതിനി ആവർത്തിക്കരുത്. ഭയങ്കര കൾച്ചറലെസ് പരിപാടി അത്. കാളയുടെയും പോത്തിന്റെയും കൂടെ ജീവിക്കുന്നവർക്കാ കൾച്ചർ. വേണ്ട. ശോഭ പറഞ്ഞ തെറ്റൊന്നുമില്ല. നമ്മൾ കാളയുടെയും പോത്തിന്റെയും കൂടെ കഴിയണവരാ. അപ്പോ ഏട്ടനവരോട് വരാൻ പറയട്ടെ. അവര് വന്നോട്ടെ. നമുക്കത് ഉടനെ നടത്താം. ഓ, സാരില്ല.